അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ നീളും. ധനാനുമതി ബിൽ സെനറ്റിൽ വീണ്ടും പരാജയപ്പെട്ടു. അടച്ചുപൂട്ടൽ തുടരുകയാണെങ്കിൽ കൂട്ടപ്പിരിച്ചുവിടൽ ആവശ്യമായി വരുമെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിച്ചു. മധു കൊട്ടാരക്കര ഒരിക്കൽ കൂടി ചേരുകയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഇതിപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറെ പ്രതിസന്ധി തെരഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ധനാനുമതി ബിൽ വീണ്ടും സെനറ്റിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഈ അടച്ചുപൂട്ടൽ തുടരുകയാണെങ്കിൽ അതിന് ഏത് തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക? ഒപ്പം കൂട്ടപ്പിരിച്ചുവിടലുകൾ ആവശ്യമായി വരുമെന്ന് വൈറ്റ് ഹൌസ് അറിയിക്കുന്നുണ്ടല്ലോ. റീജിത്ത്, അമേരിക്കയിലെ ഈ ഷട്ട്ഡൗൺ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വീണ്ടും സെനറ്റിൽ ഈ താൽക്കാലികമായിട്ട് ഫണ്ടിങ് അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പരാജയപ്പെടുകയായിരുന്നു. ഏതാണ്ട് 60 വോട്ടുകളായിരുന്നു വേണ്ടിയത് ഈ ബിൽ പാസ്സാകുവാൻ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മെജോറിറ്റി ഉള്ള ഒരു സെനറ്റ് ആണെങ്കിൽ പോലും 60 വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബില്ല് പാസ്സാക്കുവാൻ സാധിക്കൂ. ഇത് 4ാമത്തെ പ്രാവശ്യമാണ് ഈ ബിൽ പാസ്സാക്കുവാൻ വേണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ശ്രമം നടന്നത്. ഇനിയിപ്പോൾ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. അത് വൈറ്റ് ഹൗസിൽ നിന്ന് ഈ പ്രതിസന്ധി തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടപ്പിരിച്ചുവിടൽ, ഏതാണ്ട് 7.5 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭീഷണിയാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇരു പാർട്ടികളും ഇന്ന് സെനറ്റിൽ പരസ്പരം പഴിചാരുകയും ചെയ്തിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അവരുടേതായ നിലപാടുകളിൽ കടുംപിടുത്തവുമാണ്. ഇപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അടിയന്തരമായിട്ടുള്ളൊരു ഫണ്ടിങ് ലഭിച്ചില്ലെങ്കിൽ ഏതാണ്ട് 6 മില്യൺ കുട്ടികൾക്കുള്ള പോഷകാഹാരവും അവരുടെ അമ്മമാർക്കുള്ള പോഷകാഹാരവും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന. അടിയന്തരമായി പണം ആവശ്യമുള്ള ഒരു ഏജൻസി അവിടെ ഏതാണ്ട് $150 മില്യൺ അടിയന്തരമായിട്ട് 2 ആഴ്ചക്കുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ ഈ പോഷകാഹാര പദ്ധതിയെ വലിയ തോതിൽ ബാധിക്കും. അതുപോലെ മറ്റു മേഖലകളിലേക്കും ഇത് വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. റീജിത്ത്, പ്രവിധ. ശരി, മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.